കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഉപദേശമാണ് ഇത്. പോലീസ് സംരക്ഷണത്തോട് കൂടി പോയാൽ മതി എന്നുള്ളത്. അതെ, വേറെയും കേസുകൾ ഇന്നിപ്പോൾ വേറൊരു ഉടുപ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് 299 എന്ന് പറഞ്ഞ BNS കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്ന് രാത്രിയോട് കൂടിയിട്ട് അവിടുന്ന് കർണാടകയിൽ നിന്ന് പോലീസ് പുറപ്പെട്ടിട്ടുണ്ട്. ആ നോട്ടീസ് നേരിട്ട് കൈത്തരാൻ അതിനുവേണ്ടി പോയിട്ടുണ്ട്. തിങ്കളാഴ്ചയാണോ അവിടെ ഹാജരാകുന്നത്? SITക്ക് മുമ്പാകെ തിങ്കളാഴ്ചയാണ് ഹാജരാകുന്നത്. ഈ വിഷയത്തിൽ ഈ തലയോട്ടി അവിടെ നിന്ന് കുഴിച്ചെടുത്തതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതിനെ പറ്റിയിട്ട് SIT ആണ് പറയേണ്ടത്, ഞങ്ങളല്ല പറയേണ്ടത്. തലയോട്ടി സത്യമാണോ അസത്യമാണോ എന്നൊക്കെ ഉള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത്. ഇതിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ വിധത്തിലുള്ള എന്താ പറയുക കോർപ്പറേഷൻ ഉണ്ടാവും ഈ വിഷയത്തിൽ. ഞാൻ എല്ലാ അന്വേഷണത്തിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കും. സത്യസന്ധമായ കാര്യങ്ങളും മറ്റിൻ്റെ കയ്യിലുള്ള എല്ലാ എവിഡൻസും ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കും. തലയോട്ടിയെ ചുറ്റിപ്പറ്റിയിട്ടാണല്ലോ അന്വേഷണം മൊത്തമായിട്ട്? അല്ല, അങ്ങനെ മാത്രമല്ല. അന്വേഷണം പല രീതിയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട്, എല്ലാ ആളുകളെയും വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ശുചീകരണ തൊഴിലാളി ഈ സൗജന്യ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടീനെ കൊല ചെയ്യുന്ന സമയത്ത് ആദ്യം പറഞ്ഞത് നാട്ടിലില്ല എന്നുള്ളതാണ്. പിന്നീട് അയാൾ തന്നെ മൊഴി മാറ്റി പറഞ്ഞു. അതാണിപ്പോൾ പ്രശ്നം. അയാളാണ് ഈ സൗജന്യനെ ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോയി ഇട്ടതെന്നുള്ളതാണ്. അതോടുകൂടിയിട്ട് 2014 മുതൽ, അതായത് 1995 മുതൽ 2014 വരെയുള്ള കേസുകളാണ് SITക്ക് അന്വേഷിക്കാൻ കോടതി ഉത്തരവുള്ളത്. ആ 2012 സൗജന്യൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും സൗജന്യൻ്റെ കേസും കൂടി ഇപ്പോൾ എന്തായി പറഞ്ഞാൽ ഒരുപാട് തെളിവും സാക്ഷികളും മുന്നോട്ട് വന്ന് അതോടുകൂടിയിട്ട് ഇതിനെ ഒരു വേറെ തലത്തിലേക്കായി. അതിൽപ്പെട്ട ആളുകളെ, സംശയാസ്പദമായിട്ടുള്ള ആളുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട്, അവരും ചോദ്യം ചെയ്തും കൊടുക്കും. ആക്ഷൻ കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു, അവരെന്താ പറയുന്നത്? ഇപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ പേരിൽ കേസ് എടുത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ? അല്ല, എല്ലാവരും ആക്ഷൻ കമ്മിറ്റിയിൽപ്പെട്ട എല്ലാവർക്കും എതിരെ കേസ്, എല്ലാവരെയും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നുണ്ട്. എല്ലാവരും ചോദ്യം ചെയ്യാൻ ഹാജരാവുന്നുണ്ട്. ഇന്ന ശരിക്ക് 5-ാം തീയതി ഇന്നലെ ഹാജരാവാൻ പറഞ്ഞത്. അപ്പോൾ നബിദിനോ ഓണവും ഒക്കെ പ്രമാണിച്ചിട്ട് നമ്മൾ എന്താക്കി പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഹാജരാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ഗിരീഷ് മട്ടന്നൂർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സമരത്തിൻ്റെ കൂടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ആൾ തന്നെയാണ്. ഞങ്ങളെ രണ്ടുപേരെ ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചത്. അയാൾ ഹാജരായിട്ടുണ്ട് ചോദ്യം ചെയ്യലിന്. എനിക്ക് ഹാജരാവാൻ കഴിഞ്ഞിട്ടില്ല. മനാഫിൻ്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട് സാധൂകരിക്കുന്ന എന്തെങ്കിലും തെളിവുകളുണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ കയ്യിലുള്ള തെളിവുകളൊക്കെ ഞാൻ അവിടെ കൊടുക്കണമല്ലോ. ഞാൻ ആ തെളിവുകളും മറ്റുള്ള ഇതിൽ കേരളത്തിൻ്റെ ആക്ഷൻ കമ്മിറ്റി കൺവീനറാണ് വിനോദേട്ടൻ. അപ്പോൾ എല്ലാവരും ഉള്ള കയ്യിലുള്ള തെളിവുകളായിട്ട് പോവുകയാണ്. പിന്നെ ഇതിൽ പറയാനുള്ളത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയാണ്, ഇത് സത്യസന്ധമായ കേസാണ്. ഒരുപാട് സ്ത്രീകളെ അവിടെ ബലാത്സംഗം ചെയ്തിട്ടും പല രീതിയിലും കൊല ചെയ്ത് മറവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആളുകളുടെ മൃതശരീരങ്ങൾ കിട്ടിയതുമുണ്ട്. പല കേസുകളിലും FIR ഇട്ടത് കൊലപാതകം എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ ഈ മറ്റേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൊലപാതകമാണ്. പക്ഷേ ഈ ആളുകളെ ഒന്നും ഇവർക്കൊന്നും നീതി ലഭിച്ചിട്ടില്ല. ഈ കേസുകളൊന്നും തെളിയിക്കപ്പെട്ടിട്ടുമില്ല. പക്ഷെ ഇത്രയും പരാതികൾ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ശുചീകരണ തൊഴിലാളി വന്നിട്ട് പറഞ്ഞത് 164 പ്രകാരമുള്ള ഒരു പ്രധാനപ്പെട്ട അലിഗേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 100 കണക്കിന് ആളുകളെ അവിടെ മറവ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളെ ഇൻറ്റൻഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മറവ് ചെയ്തതിൽ കേരള സാരി ഉടുത്ത സ്ത്രീകളുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പുറലോകത്തേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഈ വിഷയത്തിൽ ഇറങ്ങിയത്.